ഫോറക്സ് ട്രേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MT4 പ്ലാറ്റ്ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും അതുപോലെ ഡെമോ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചും പറഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് MT4 പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാമെന്നും സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ചാർട്ട് എങ്ങനെ വാച്ച് ചെയ്യാം ആ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിലേ ഇതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു MT4 പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ ഇത് ഹോട്ട് ഫോറക്സിന്റെ MT4 പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രോക്കറിലായാലും ആ ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്കത് MT4 ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. അപ്പോൾ അത് ആ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 5000 USD ഇതിലുണ്ട്. ഇത് ഡെമോ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ചാർട്ട് ഡീഫോൾട്ടായി ഇങ്ങനെയാണ് ഉണ്ടാവുക മിക്ക MT4 പ്ലാറ്റ്ഫോമിലും. അപ്പോൾ നമുക്കത് ഇതിപ്പോൾ 4 പെയറിന്റെ ചാർട്ടാണ്. യൂറോ USD, പൗണ്ട് USD, USD സ്വിസ് ഫ്രാങ്ക്, USD yen. അപ്പോൾ നമുക്കിത് സിംഗിൾ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ കാണും. ഇവിടെ മാക്സിമൈസ് ചെയ്താൽ മതി. ഇവിടെ മാക്സിമൈസ് ചെയ്താൽ അത് യൂറോ USDയുടെ ചാർട്ട് മാത്രമായി. ഇനി അവിടെ താഴെ ഇവിടെ ഈ ഭാഗത്ത് ഏതൊക്കെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ താഴെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ദ USD സ്വിസ് ഫ്രാങ്ക്. അത് ചെയ്യുമ്പോൾ USD സ്വിസ് ഫ്രാങ്കിന്റെ ചാർട്ടായി. ഇത് പൗണ്ട് ഡോളർ, ഇത് പൗണ്ട് ഡോളറിന്റെ ചാർട്ടായി. ഇത് USD yen-ന്റെ ചാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റു രീതിയിൽ തന്നെ 4 എണ്ണമായി തന്നെ കാണുമെങ്കിൽ അത് ജസ്റ്റ് മിനിമൈസ് ചെയ്താൽ മതി. അപ്പോൾ അത് പഴയ രീതിയിൽ തന്നെ വന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അഡീഷണൽ ഇതല്ല, നിങ്ങൾക്ക് ഇന്ന് വാച്ച് ചെയ്യേണ്ട പെയർ വേറേതാണ്. അപ്പോൾ വേറെ പെയർ ഇതിവിടെ ആഡ് ചെയ്യുന്നതിന് നോക്കിക്കോളൂ. ഇവിടെ ഇടത് വശത്ത് കോർണർ ഏറ്റവും മുകളിലായി ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം കാണും. അതിൻ്റെ അടുത്തൊരു ആരോ മാർക്കും ഉണ്ടാവും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. USD സ്വിസ് ഫ്രാങ്ക്, പൗണ്ട് USD, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവിടെ ചിലതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ചില ബ്രോക്കർ ഇപ്പൊ ഇത് ഫോറക്സിന്റെ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് USD സ്വിസ് ഫ്രാങ്ക്, ഇങ്ങനെ ഏത് പേരാണ് നിങ്ങൾക്ക് നോക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു പെയർ റാൻഡമായി സെലക്ട് ചെയ്യും. ഏത് പെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, എല്ലാ പെയറും ഇതിലുണ്ട്. ഓക്കെ, പൗണ്ട് സ്വിസ് ഫ്രാങ്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു പൗണ്ട് സ്വിസ് ഫ്രാങ്കിന്റെ പെയർ അധികം വന്നു. അതായത് നിങ്ങൾക്ക് എത്ര പേർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പൊ അധിക പേർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർനെറ്റ് അത്ര ഫാസ്റ്റ് അല്ലെങ്കിൽ അത് സ്ലോ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഇതിൽ ഓപ്പൺ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിലൊക്കെ ചാർട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇവിടെ കാണുന്നത്, അതിനു മുമ്പ് ഇതിപ്പോ ഇങ്ങനെ ഒരു വരയും ഈ കോളം ഒക്കെ ആയി കാണാൻ കുറച്ച് വൃത്തികേടാണുള്ളത്. അപ്പൊ നമുക്കത് കുറച്ച് റെഡിയാക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ഈ ചാർട്ടിന്റെ അകത്ത് എവിടെയെങ്കിലും വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണല്ലോ ഓൾറെഡി. അപ്പൊ നമുക്ക് എന്തൊക്കെ ഈ ഗ്രിഡ് എന്നുള്ള സംഭവവും ബ്ലാക്ക് തന്നെ ആക്കാം. അപ്പൊ എന്തായി, നല്ല പ്യുവർ ചാർട്ട് കിട്ടി. ബാക്കിക്ക് ഇപ്പൊ തൽക്കാലം അവിടെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇതിപ്പോ വളരെ തിന്നായിട്ടാണല്ലോ. നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ഇവിടെയാണ് സൂമിന്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സൂം ചെയ്യാം. അപ്പൊ അതുപോലെ ഇതിപ്പം കാൻഡിൽ സ്റ്റിക്ക് അല്ല പാറ്റേൺ ചാർട്ട് ഉള്ളത്. ഇവിടെ വേറെ ആരോ ലൈനിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട്, ഇതിനെന്തോ പേര് പറയുന്നത് എനിക്ക് മറന്നുപോയി. ഇവിടെ കാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്. അപ്പൊ കാൻഡിൽ സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്യാം, അതുപോലെ ഇത് ചെറുതാക്കാം. ഓക്കെ, ഇപ്പൊ 1 അവർ ചാർട്ടാണ്. നമുക്കിവിടെ 1 മിനിറ്റ് മുതൽ ടൈം ഫ്രെയിം അവൈലബിൾ ആണ്. M1 ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. അതുപോലെ M5 5 മിനിറ്റിന്റെ ചാർട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ ഏത് രീതിയിലും ഇങ്ങനെ ചാർട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി നമുക്ക് ഇതിലൊരു ഓർഡർ പ്ലേസ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണാം ന്യൂ ഓർഡർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇപ്പൊ ന്യൂ ഓർഡറിൽ പോയി ഇപ്പൊ നമ്മൾ ഈ പൗണ്ട് സ്വിസ് ഫ്രാങ്കിൽ തന്നെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ട് അതന്നെ വന്നു. നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ ഏത് പേരാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും ഇവിടുന്നും ഏത് പേരാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തതാണ് വോളിയം. ഇവിടെ നിങ്ങൾ വോളിയം എന്ന് കാണും. അപ്പൊ ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എത്ര സൈസാണ് എടുക്കുന്നത് എന്നുള്ളതാണ് വോളിയം. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലിവറേജിനെ കുറിച്ചൊക്കെ. ലിവറേജ് മീൻസ് നമ്മളിപ്പോ ഒരു $5,000 ഇവിടെ ഉള്ളത്. അപ്പൊ ഈ $5,000 ഇപ്പൊ ഈ അക്കൗണ്ട് 1:50 ആണെങ്കിൽ ഈ $5,000 50 ഇരട്ടി നമുക്ക് ബ്രോക്കർ ലിവറേജ് അനുവദിക്കും. മീൻസ് അത്രയും വലിയ സൈസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 1:500 ആണെങ്കിൽ 500 ടൈംസ് മോറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചില ബ്രോക്കർ 1:2000 വരെയൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ നോർമലി 1:50 സജസ്റ്റ് ചെയ്യാറുള്ളൂ. ആ രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിപ്പോ നമുക്ക് ലോട്ട് സൈസ്, ഇത് ലോട്ട് സൈസിൽ 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോ ലോട്ട് സൈസ് ആണ്. മൈക്രോ ലോട്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിപ്പ് അനങ്ങുമ്പോൾ 10 സെന്റ് മാത്രമേ നമ്മൾ അക്കൗണ്ടിൽ മാറ്റം വരികയുള്ളൂ. എനിക്ക് പറഞ്ഞുതരാം. ഇതിപ്പം 1.1550 ആണ് പൗണ്ട് സ്വിസ് ഫ്രാങ്കിന്റെ പ്രൈസ്. അപ്പോ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസുമാണ് ഇത്. അത് മീൻസ് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു സ്പ്രെഡിലുള്ള വ്യത്യാസമാണ് ഇതിൽ കാണുന്നത്. ഇതിപ്പം കൊറോണയൊക്കെ കാരണമായി മാർക്കറ്റ് വളരെ മൂവ്മെന്റ്, ഇതൊരു സ്റ്റേബിൾ അല്ലാത്തത് കാരണം വളരെ വലിയ രീതിയിലുള്ള സ്പ്രെഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടോ 1550 1558 ഒക്കെ. അപ്പോൾ 8 പിപ്പൊക്കെ ഓൾറെഡി സ്പ്രെഡ് ഗ്യാപ്പ് തന്നെ വരും. നമുക്ക് വേറെ പേര് നോക്കാം. യൂറോ USD. ഇപ്പൊ യൂറോ USD ആകുമ്പം 1.01617. അപ്പോൾ ഒരു പിപ്പിന്റെ ഡിഫറൻറ്റേ വരുന്നുള്ളൂ സ്പ്രെഡില്. ഈ പൗണ്ട് സ്വിസ് ഫ്രാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കറൻസി ആയതുകൊണ്ടാണ് ഇത്ര വലിയ സ്പ്രെഡ് വരുന്നത്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ബാധിച്ച് മാർക്കറ്റും സ്റ്റേബിൾ അല്ലാത്ത കാരണം എല്ലാ ഗോൾഡിലും ഓയിലും എല്ലാ ട്രേഡിങ്ങിലും ഇപ്പോൾ സ്പ്രെഡ് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഈ 0.1 ലോട്ട് സൈസ് കൊടുത്താൽ നമ്മൾ ഈ 1.16 എന്നുള്ളത് 1.7 ആയാൽ നമ്മൾ ബൈ ചെയ്ത് 1.6 ബൈ ചെയ്ത് 1.7 ആയാൽ നമുക്ക് 10 സെന്റ് മാത്രമേ കൂടുകയുള്ളൂ. അതുപോലെ ഇവിടെ ഇത് വെച്ചെങ്കിൽ 20 സെന്റ് ആ രീതിയിൽ. പിന്നെ 0.10 ആണെങ്കിൽ നമ്മൾ ഒരു പിപ്പിന് $1 എന്ന രീതിയിലാണ്. അതിന്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും 0.10 എന്നുള്ളൊരു സൈസ്. അതിന്റെ അർത്ഥം നമുക്ക് ഒരു പിപ്പ് അനങ്ങിയാൽ $1 മാറണം എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബൈ ചെയ്ത് നോക്കാം. 9163 9183 ആണ് സ്പ്രെഡ് ഉള്ളത്. 2 പിപ്പിന്റെ അടുത്ത് ഏകദേശം സ്പ്രെഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ ലോട്ട് സൈസ് കൊടുത്തു. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ആണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ട്രേഡ് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പേയും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് എൻറ്റർ ചെയ്തതിന് ശേഷവും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ട്രേഡ് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇവിടെയാണുള്ളത്. നിങ്ങൾ ചാർട്ട് കാണുന്നുണ്ടാവും. ഞാൻ കുറച്ച് വലുതാക്കാം. ഇപ്പൊ ഇവിടെയാണുള്ളത് പ്രൈസ് 109,165 ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ ടൈപ്പ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു. 109075 സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹൈയില് ടേക്ക് പ്രോഫിറ്റും വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൽ വരച്ച് എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമേ ശരിക്ക് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇതൊരു ഡെമോ, ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം സ്റ്റോപ്പ് ലോസ് 1.09075 സെറ്റ് ചെയ്തു. ടേക്ക് പ്രോഫിറ്റ് 1.0929 ഫിറ്റ് ചെയ്തു. ഇത് നമ്മൾ ഈ സൈസ് ഡയറക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യുകയാണ്. ഓക്കെ.
ഇത് ബൈ ഇതൊക്കെ സക്സസ്ഫുൾ ആയി. ഇപ്പം നിങ്ങൾക്ക് ഇത് വലിയ അക്കൗണ്ട് വലിയ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് ഓക്കെ കൊടുക്കാം. ഈ കൺഫർമേഷൻ ഒക്കെ വെച്ചിട്ട് സംഭവങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവം ഓക്കെ ആയി. നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു. നമ്മൾ ബൈ ചെയ്യുമ്പോൾ ശരിക്കും പ്രൈസ് 1.0916 ആയിരുന്നു. പക്ഷെ നമുക്കത് സ്പ്രെഡ് കിട്ടിയത് 185 ആണ്. 2 സ്പ്രെഡ് മുകളിലാണ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മൈനസിലാണ് ഉള്ളത്. 1.40 മൈനസിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പം പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഈ ലൈൻ, ഇത് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ലൈനാണ്. ആ ടേക്ക് പ്രോഫിറ്റ് ലൈനിൽ അടിച്ചെങ്കിൽ നമുക്ക് ക്ലോസ് ആവും. അതേസമയം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ട്രേഡ് ക്ലോസ് ആവും. അതിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാം. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ലൈനിൽ വെച്ചിട്ട് മോഡിഫൈ ഉണ്ട് ക്ലോസ്, ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം ഈ ട്രേഡ് ഏത് സമയത്ത് വേണമെങ്കിലും. ഓക്കെ, നമുക്ക് ലോസിലേക്ക് പോകുന്ന തോന്നുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നവർ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ ഇവിടുന്ന് ഉണ്ട്, ഇവിടെ ഈ പ്രൈസിന്റെ ഈ സൈഡിൽ ഒരു ക്ലോസിന്റെ ഒരു ചിഹ്നമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത് പ്രസ് ചെയ്താലും ഓട്ടോമാറ്റിക് ഒറ്റയടിക്ക് അത് അവിടുന്ന് ട്രേഡ് ക്ലോസ് ആകും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് തന്നെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡ്രാഗ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 1 ക്ലിക്ക് ട്രേഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലതായി ചെയ്യേണ്ടത്, കാരണം അബദ്ധത്തിലൊക്കെ നമ്മൾ അതുകൊണ്ട് ക്ലിക്കൊക്കെ ചെയ്തു പോയാൽ നമ്മൾ ട്രേഡ് ആകോ ക്ലോസ് ചെയ്യേ പോകും. അപ്പൊ അത് 1 ക്ലിക്ക് ട്രേഡിംഗ് ഓപ്ഷൻ ഇനേബിൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ക്യാൻസൽ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അത് അവിടെ തന്നെ വന്നു. അപ്പൊ നമുക്കത് സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, നമ്മളെ ട്രേഡ് ഹിസ്റ്ററി ഇവിടെ ട്രേഡ് കാണിക്കുന്നുണ്ട്. അതിലെവിടെയെങ്കിലും പോയിട്ട് അല്ല സ്റ്റോപ്പ് ലോസിന്റെ അവിടെ തന്നെ പോയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മോഡിഫൈ ഓർ ഡിലീറ്റ് ഓർഡർ എന്നാണ്. അവിടെ പോയിട്ട് നമുക്ക് നമ്മളെ സ്റ്റോപ്പ് ലോസ്, അതിപ്പോ നമുക്ക് തോന്നുന്നു ട്രേഡ് 10 വിപ്പാണല്ലോ കൊടുത്തത്, അപ്പൊ അത് അടുത്തായതുകൊണ്ടാണ് തോന്നുന്നത്. മസ്റ്റ് ഡിഫർ മാർക്കറ്റ് പ്രൈസ് ബൈ അറ്റ്ലീസ്റ്റ് 30 പോയിന്റ്. ഒരു 30 പോയിന്റ് ഒക്കെ ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ 1 ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കാം. എന്നാല് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റണം എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വീണ്ടും കുറച്ച് താഴേക്ക് മാറ്റി. നമ്മൾ പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് തുടങ്ങുമ്പോൾ 2 പിപ്പാറ്റ് സ്പ്രെഡ് ഗ്യാപ്പ് ഉണ്ടായത്. ഇപ്പൊ ഏകദേശം പ്രൈസ് ആ ലെവലിലെത്തി. 0 മൈനസ് ആണിത്. ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത ട്രേഡ് ഇപ്പോ നോക്കിക്കോളൂ, -740. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തെടുത്തു 0916 ആ റേഞ്ചിലായിരുന്നു നമ്മൾ എൻ്റർ ചെയ്തത്. ഇപ്പോൾ സ്പ്രെഡ് അധികമായതുകൊണ്ട് 09118 പ്രൈസിലാണ് നമുക്കിവിടെ എൻട്രി കിട്ടിയത്. ഇപ്പൊ പ്രൈസ് താഴേക്ക് വന്നു, മീൻസ് $7 മൈനസിലാണ് ഇപ്പൊ പ്രൈസ് ഉള്ളത്. ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് മൂവ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഡയറക്റ്റ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലോസ് കൊടുത്തു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു ഇങ്ങനെ ക്ലോസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു റിസ്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പകുതി ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കാം. ഇതാ 0.5 മാത്രം ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ആയി. അപ്പൊ നമ്മൾ എന്തായി, നമ്മളെ ലോസ് പകുതി കട്ട് ചെയ്തു. ഇനിയിപ്പോ താഴേക്ക് വന്നു കഴിഞ്ഞാലും ആ ഫുൾ ലോസ് പോകില്ല. അപ്പൊ നമ്മൾ റിസ്ക് കൺട്രോൾ ചെയ്തു. ഇപ്പൊ നമുക്ക് അക്കൗണ്ട് ഇവിടെ താഴെ അക്കൗണ്ട് ഹിസ്റ്ററി നോട്ടില്ല, നമ്മൾ എന്തെങ്കിലും ട്രേഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെയാണ് ഷോ ചെയ്യുന്നത്. അവിടെ നോക്കി ഇപ്പൊ നമ്മൾ EUR/USD ബൈ ചെയ്തിരുന്നു. പ്രൈസ് താഴേക്ക് പോയപ്പോൾ നമ്മളത് കട്ട് ചെയ്തു. -3.50 നമുക്ക് ലോസ്. നമ്മളെ അക്കൗണ്ട് ഉള്ളത് 4,996. നമ്മളെ അക്കൗണ്ടിൽ ബാലൻസ് ആയി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹാഫ് പ്രോഫിറ്റ് എടുക്കല. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പൊസിഷനിൽ എത്തിയ താഴെ കുറച്ച് വരും, പക്ഷെ എന്നാലും മുകളിലേക്ക് തന്നെ പ്രൈസ് പോകും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പം റിസ്ക് സ്റ്റോപ്പ് ലോസിൽ കട്ട് ചെയ്ത പോലെ തന്നെ ടേക്ക് പ്രോഫിറ്റിലും പകുതി പ്രോഫിറ്റ് നമുക്ക് ഏത് വോള്യത്തിൽ വേണമെങ്കിലും പ്രോഫിറ്റ് എടുക്കാം. ഇപ്പം 10% പ്രോഫിറ്റ്